ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം. അതിന് ചിക്കൻ നമുക്ക് മസാലയെല്ലാം ചേർത്ത് മാറ്റി വയ്ക്കാം. ഞാൻ ചിക്കനിൽ തൈര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇത്ര ഇട്ടിട്ടാണ് മസാല തേച്ച് മാറ്റി വെച്ചത്. ഇനി നമുക്കൊരു കുക്കറിലാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത്. കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയും നെയ്യും കൂടി ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇട്ട് പിന്നെ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അത് ചതച്ചതും അതിലേക്ക് സവോളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇടാവേ. അതിനുശേഷം അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ മസാല തേച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ 1 മണിക്കൂറും ഞാൻ മസാല തേച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ്റെ മസാല എല്ലാം പിടിക്കാൻ വേണ്ടി. അതിനുശേഷം അതൊക്കെ നമുക്ക് ഇട്ടതിന് ശേഷം കുറച്ച് 1 ടീസ്പൂൺ ബിരിയാണി മസാല കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതും കൂടി ഒന്നിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, തട്ടിക്കോട്ട് ബിരിയാണി ആയതുകൊണ്ട് മല്ലിച്ചപ്പോ കാര്യങ്ങളൊന്നും ഞാൻ അതിലേക്ക് ഇടുന്നില്ല. ഇനി നമുക്ക് അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏതരി ആയാലും കുഴപ്പമില്ല, ബിരിയാണി അരി ആയാലും മതി. എനിക്ക് ഈ അരി ഏതാണെന്നറിയില്ല, പക്ഷേ ബിരിയാണി അരിയാണെന്നറിയാം. പിന്നെ 3 ഗ്ലാസ് അരിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 6 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ, പിന്നെ ആ കാറ്റ് പോകുന്നത് വരെ കുക്കർ മാറ്റി വെച്ചിട്ട് തുറക്കുമ്പോൾ കുറച്ച് സവോള വറുത്തതും കൂടി ഇട്ടാൽ നമ്മുടെ ബിരിയാണി റെഡിയാവും. ഇനി നമുക്കത് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, ഒരു സിമ്പിൾ ബിരിയാണിയാണ്. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.